യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ഉപമകളിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കടന്നു പോകുകയാണ്. ഈശോ പഠിപ്പിച്ച മറ്റൊരു ഉപമ ഇന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ തിരുവചനമാണ്. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. നാട്ടിൻപുറത്തെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷ ഈശോ ഉപയോഗിക്കുകയാണ്. എല്ലാ വീട്ടിലും അമ്മമാർ മാവ് പുളിപ്പിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നു. ഓരോ രാജ്യങ്ങളിലും ദോശ ഉണ്ടാക്കാനും അപ്പം ചുടുവാനുമൊക്കെ മാവ് പ്രത്യേകമായ രീതിയിൽ പുളിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവ് വലിയൊരു സന്ദേശം പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ മാവിൽ, ഒരു വലിയ പാത്രം മാവിൽ ചേർക്കുന്ന അല്പം പുളിപ്പിന് സദൃശമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വൈകുന്നേരം പുളിപ്പ് ചേർത്ത് കഴിഞ്ഞ് രാവിലെ ദോശ ചുടാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അപ്പം ചുടാൻ ചെല്ലുമ്പോൾ ഈ മാവിൽ മുഴുവനും പുളിപ്പ് വ്യാപരിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ അനാവരണം ചെയ്യുകയാണ്. എന്താണ് കർത്താവ് പഠിപ്പിക്കുന്ന ഈ ഉപമയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ? ഒന്നാമതായിട്ട് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യമാണ്. ആദ്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങളുടെ ഹൃദയം ഭൂമിയിലെ രാജ്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ഭൂമിയിലുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിലും ഭൂമിയിലുള്ള വസ്തുക്കളുടെ അടിമകളായി നിങ്ങൾ മാറരുത്. നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ 1000 വർഷം ജീവിക്കാം എന്നതായിരിക്കരുത്. അത് സാധ്യമല്ല. ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുക, അതിനുശേഷം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മനോഭാവത്തിൽ നിങ്ങൾ പോകരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപമയും കൂടെയാണിത്. സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. അതായത് ഭൗമിക രാജ്യത്തെക്കുറിച്ചല്ല. ഇവിടത്തെ ജോലിയോ ഇവിടത്തെ ശമ്പളമോ ഇവിടെ കിട്ടുന്ന നല്ലൊരു കാറോ ഇവിടെ നമുക്ക് ധരിക്കാൻ കിട്ടുന്ന നല്ല വസ്ത്രമോ നല്ലൊരു വീടോ ഇതൊക്കെ നല്ലതാണെങ്കിലും ഇത് വെറും താൽക്കാലികമാണ് എന്ന് ദൈവം പറയുകയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ ഇതിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. വളരെ പെട്ടെന്ന് നമ്മൾ ഇതിനോട് വിട പറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്നും സ്വർഗരാജ്യം നിറഞ്ഞു നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കൊളോസോസർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം സ്വർഗത്തിലിരിക്കുന്ന യേശു ക്രിസ്തുവിലാണെങ്കിൽ ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല സ്വർഗത്തിലുള്ള കാര്യങ്ങളിൽ ലക്ഷ്യം വയ്ക്കണം. ഒരു ആത്മീയ മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും ദൈവരാജ്യത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. ഒരു ആത്മീയ വ്യക്തി ദൈവിക കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ആ വ്യക്തിക്ക് ഭൂമിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നു. എന്നാൽ ഹൃദയം ഉടക്കി നിൽക്കുന്നത് ദൈവത്തിലും ദൈവത്തിൻ്റെ രാജ്യത്തിലുമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത, ദൈവം അവിടെ രാജാവാണ്. ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അനുസരണമുള്ളവരായി നമ്മൾ നിൽക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. അവിടെ ദൈവത്തോട് മറുതലിപ്പില്ല, റിബലിയൻ ഇല്ല, അനുസരണക്കേടില്ല. ദൈവം രാജാവായി വാഴുന്നു, മനുഷ്യ ഹൃദയങ്ങളിൽ വാഴുന്നു. ഈശോ വ്യക്തമായിട്ട് പീലാത്തോസിനോട് ഇത് പറയുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. നീ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു സീസറിനെ പോലെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെയോ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയോ ഒരു ഭരണാധികാരി ആകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ രാജാവാണ്. മനുഷ്യ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഭരണം നടത്തി ആധിപത്യം പുലർത്തി പാപത്തിൻ്റെ മേൽ അവർക്ക് വിജയം കൊടുക്കുന്ന രാജാവാണ് ഞാൻ. ഇരുട്ടിനെ മാറ്റി പ്രകാശം കൊടുക്കുന്ന രാജാവാണ് ഞാൻ. അടിമത്തം മാറ്റി സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജാവാണ് ഞാൻ. അഭിഷേകം കൊടുക്കുന്ന രാജാവാണ് ഞാൻ. വിശുദ്ധി കൊടുക്കുന്ന രാജാവാണ് ഞാൻ. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നല്ല രാജാവാണ് ഞാൻ. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ, ഈശോയെ ഒരു വ്യക്തി ഉള്ളിലാക്കി കഴിയുമ്പോൾ, സ്വന്തമാക്കി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ രാജ്യം ആ വ്യക്തിയുടെ ഉള്ളിൽ വരികയാണ്. നമ്മൾ ദൈവരാജ്യത്തിലാണ് എന്ന് മനസ്സിലാക്കുക, ദൈവരാജ്യം നമ്മുടെ ലക്ഷ്യമാകണമെന്ന് മനസ്സിലാക്കുക, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണമെന്ന് മനസ്സിലാക്കുക, ദൈവരാജ്യത്തിൻ്റെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലെ നല്ല പ്രജകളായി, സിറ്റിസൺസായി ജീവിക്കുവാനുള്ള വലിയൊരു വിളി ദൈവം നമുക്ക് തരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, ഒരു ചെറിയ തുടക്കമാണ് പലപ്പോഴും വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ വീട്ടമ്മ ഈ വലിയ പാത്രത്തിൽ ഇരിക്കുന്ന മാവിലേക്ക് നാളെ ദോശ ഉണ്ടാക്കാൻ, അപ്പം ചുടാനുള്ള ഈ വലിയ ഒരു ചരുവം അല്ലെങ്കിൽ വലിയൊരു ബേസൺ, വലിയൊരു പാത്രത്തിൻ്റെ അകത്തിരിക്കുന്ന മാവിലേക്ക് ഒരല്പം ഈസ്റ്റാണ് ചേർക്കുന്നത്, അല്പം പുളിപ്പാണ് ചേർക്കുന്നത് ഒരല്പം പുളിപ്പാണ്. പക്ഷേ പിറ്റേന്ന് പ്രഭാതത്തിൽ ആ പുളിപ്പ് പടർന്ന് വ്യാപിച്ച് പാത്രത്തിൻ്റെ അകത്ത് മുഴുവൻ ഈ മാവിലും ചെന്ന് അത് നിറയുകയാണ്. അപ്പം ചെറിയ തുടക്കങ്ങളെ നമ്മൾ അവഗണിക്കരുത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു നമ്മൾ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നു. ഒറ്റയടിക്ക് ഞാനും നിങ്ങൾ അൽഫോൻസാമയാകത്തില്ല. അപ്പം നമ്മൾ അൽഫോൻസാമയാകാത്തത് കൊണ്ട് നമ്മൾ സങ്കടപ്പെടരുത്. അയ്യോ എനിക്ക് ഒന്നും പറ്റുന്നില്ല, ഇച്ചിരിയൊക്കെ പറ്റുന്നുള്ളൂ ബ്രദറെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, കുറച്ച് നേരെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ, ബൈബിൾ കുറച്ചൊക്കെ വായിക്കാൻ പറ്റുന്നുള്ളൂ, ഒരുപാട് നേരവും ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, മതി, ആ ചെറിയ കാര്യം മതി. അതാണ് തുടക്കം. ആ ചെറിയ തുടക്കമാണ് പിന്നീട് വലുതിലേക്ക് നയിക്കുന്നത്. ആദ്യം എപ്പോഴും തുടക്കം ചെറുത് തന്നെ ആയിരിക്കും എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. നമ്മൾ അതിൽ സങ്കടപ്പെട്ടു പോകരുത്. ഈ ചെറിയ തുടക്കങ്ങളെ നമ്മൾ അവഗണിച്ച് കളയരുത്. ഇത് ചെറുതാണല്ലോ എന്ന് വിചാരിച്ച് അവഗണിക്കരുത്. നിങ്ങൾക്കറിയാമോ, 2000 വർഷങ്ങൾക്ക് മുൻപ് മാളിക മുറിയിൽ 120 മനുഷ്യർ, 120 എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ധ്യാനത്തിൽ പോലും 120 പേര് വരികയാണെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളവർ പറയും ആള് കുറവാന്ന് വേണേൽ പറഞ്ഞു കളയും. 120 പേരെ ഉണ്ടായിരുന്നുള്ളതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ 120 പേരുടെ ഒരു ധ്യാനം നടക്കുകയാണ്. 10 ദിവസത്തെ ധ്യാനം, പെന്തക്കോസ്ത് അനുഭവ ധ്യാനം. ഈ 120 പേരേ ഉള്ളൂ. നിങ്ങൾ ഓർക്കണം, സത്യം പറഞ്ഞാൽ ഒരു ചെറിയ തുടക്കമാണ്. പക്ഷേ ആ 120 പേരുടെ മേൽ പെന്തക്കോസ്ത് തിരുനാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകടമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് മാളിക മുറിയിൽ നിറയുന്നു. കാറ്റിൻ്റെ ആരവ ശബ്ദം പുറത്തു പോലും കേൾക്കത്തക്കവണ്ണം പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമനായ തങ്കപ്രാവ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, അഗ്നിജ്വാലകൾ, ജീസസ്, അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിറയുന്നത് അവർ കണ്ടു. പ്രകടമായ അടയാളങ്ങളോടും ഇടപെടലുകളോടും കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മാളിക മുറിയിൽ നിറയുന്നു. ആ 120 പേരെന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യ, വളരെ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ ആ 120 പേർ. പക്ഷേ അവരാണ് പ്രിയപ്പെട്ടവരെ ആദ്യത്തെ പുളിപ്പ് എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ പുളിപ്പെന്ന് പറയുന്നത് അവരാണ്. അവരിൽ നിന്നാണ് പിന്നീട് ലോകത്തിൻ്റെ മുഴുവൻ ഭൂഖണ്ഡങ്ങളിലേക്കും വൻകരകളിലേക്കും സാമ്രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഗ്രാമത്തിലേക്കും. എന്തിന്? അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പാക്കപ്പൽ കയറി കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങുന്നു. ഭാരതത്തിൽ സുവിശേഷം പറയാനെത്തുന്ന തോമസ് ലീഹ ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ചെറിയൊരു തുടക്കം. ഇന്ന് നിങ്ങൾ ലോകം മുഴുവൻ നോക്കുക, കോടിക്കണക്കിന് മനുഷ്യരിലാണ് ദൈവരാജ്യം നിറഞ്ഞു നിൽക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യരാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്. കോടിക്കണക്കിന് വ്യക്തികളിലാണ് പരിശുദ്ധാത്മാഭിഷേകമുള്ളത്. കോടിക്കണക്കിന് മനുഷ്യരാണ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യരാണ് വിശുദ്ധിയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, തുടക്കം ചെറുതായിരുന്നു, പക്ഷേ ഇന്നത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു സംഭവം ഓടി വരുന്നത് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമാണ്. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പിറ്റ്സ്ബർഗിൽ ഏതാനും അൽമായ സഹോദരങ്ങൾ കൂട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ സംഭവിച്ചത് ഞങ്ങളുടെ ഇടയിലും സംഭവിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ ഞങ്ങളുടെ ഇടയിലും സംഭവിക്കണമേ പരിശുദ്ധാത്മാവേ. നിഷ്കളങ്കമായ ഹൃദയത്തോടെ
കൊച്ചു കുഞ്ഞുങ്ങൾ മുലപ്പാലിന് വേണ്ടി ദാഹിച്ച് കരയുന്നത് പോലെ ഏതാനും അൽമായ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വാവിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റ്സ്ബർഗിൻ്റെ ആലയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രവചനങ്ങൾ ഉണ്ടായി, സ്വർഗീയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. കത്തോലിക്ക സഭ ഇതിനെ അംഗീകരിക്കുകയാണ്. കാർഡിനൽ സൂനൻസ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, എളിമയുള്ള മനുഷ്യൻ ഈ ഗ്രൂപ്പിനെ സന്ദർശിക്കാനിടയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം ഇവിടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുകയും പരിശുദ്ധ സിംഹാസനത്തെ മാർപ്പാപ്പയെ വിവരമറിയിക്കുകയും ചെയ്തു. പിന്നീട് സഭ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന് വാതിലുകൾ തുറന്നു കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ആളിപ്പടർന്നുകൊണ്ടുള്ള മാനസാന്തരങ്ങളും പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ അനുഭവങ്ങളും. ഒരു ചെറിയ തുടക്കമാണ്. പിറ്റ്സ്ബർഗിലെ ആ ഒരു മുറിയിലിരുന്ന് ഏതാനും അൽമായ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവർ വിചാരിച്ചില്ല അനേക വൈദികരിലേക്കും സിസ്റ്റേഴ്സിലേക്കും അൽമായ സഹോദരങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കൊടുങ്കാറ്റുപോലെ ചൊരിയപ്പെടാനുള്ള ഒരു ചെറിയ തുടക്കമാണ് ഇവിടെ ഇടുന്നതെന്ന് അവർക്കൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു തുടക്കമായിരുന്നു, പക്ഷേ അത് ലോകത്തിൻ്റെ മുഴുവൻ ഭൂഖണ്ഡങ്ങളെയും കീഴടക്കി കഴിഞ്ഞു. ആഫ്രിക്കയിലൊക്കെ കൊടുങ്കാറ്റ് പോലെ കത്തിപ്പടരുകയാണ്. നമ്മുടെ ഇവിടെ ഇത് ആദ്യം കത്തിപ്പടരുന്നത് കേരളത്തിൽ കോഴിക്കോടാണ്. പിന്നീട് നമുക്കറിയാം നായ്ക്കമ്പറമ്പലച്ചനും പനക്കലച്ചനുമൊക്കെ ഇത് ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കുന്നു. വലിയ മദ്യപാനികൾ മാനസാന്തരപ്പെടുന്നു. ബാറുകൾ പൂട്ടിക്കൊണ്ടുപോലും മുതലാളിമാർ അന്ന് ദൈവരാജ്യത്തിലേക്ക് വരുന്ന കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. വലിയ ക്ഷമ ചോദിക്കലുകൾ, വർഷങ്ങളായിട്ട് പിണങ്ങിയിരുന്ന കുടുംബങ്ങൾ സ്നേഹത്തിൽ ഒന്നാകുന്ന കാഴ്ച കാണാൻ പറ്റി. കാലെ പിടിച്ച് മാപ്പ് ചോദിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം എനിക്കുമുണ്ടായി. ദൈവം ഒരു ചെറിയ തുടക്കമിടുമ്പോൾ അതിനെ നമ്മൾ അവഗണിച്ച് കളയരുത്. നമ്മളൊരു ധ്യാനമൊക്കെ കൂടി ആത്മാവിൻ്റെ അനുഭവത്തിൽ വരുമ്പോൾ ചെറിയ രീതിയിലാണ് വളർച്ചയെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടു പോകരുത്. ആ ചെറിയ രീതിയിലുള്ള തുടക്കം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഹൃദയത്തിലും ആളിപ്പടരുകയും കാലത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വിശുദ്ധരാകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം പരാജയപ്പെട്ടു പോയാലും വിഷമിക്കരുത്. നമ്മൾ ഒരു ദിവസം വിശുദ്ധരാവുക തന്നെ ചെയ്യും. നമ്മൾ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കും. അതുകൊണ്ട് ചെറിയ തുടക്കത്തെ അവഗണിക്കരുത്. അതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കണം. 5 or 6 പേരോ വരുന്നുണ്ട്, അതുകൊണ്ട് നിരാശപ്പെട്ട് പോകരുത്. ധ്യാനത്തിന് 30 പേരെ വരുന്നുള്ളൂ, അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആദ്യം ചെറിയ രീതിയിൽ വരുന്ന കാര്യം പിന്നീട് ദൈവം അതിൻ്റെ പുറത്തൊരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹത്തെ എടുത്ത് വയ്ക്കുന്നത് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് ചെറിയ തുടക്കത്തെ ഒരിക്കലും അവഗണിച്ച് കളയരുത്. മൂന്നാമതായിട്ട്, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി പുറത്തു നിന്ന് അകത്തേക്കല്ല, എപ്പോഴും അകത്ത് നിന്ന് പുറത്തേക്കാണ്. നമ്മൾ ഈ പുളിമാവ് ഇട്ട് കഴിയുമ്പോൾ ഈ പുളി എന്ന് പറയുന്ന സാധനം, അത് ഈസ്റ്റ് അകത്തു നിന്നും, അതായത് ആ പാത്രത്തിൻ്റെ അകത്തു നിന്നും അതിൻ്റെ പെരിഫറിയിലേക്ക്, അതിൻ്റെ ചുറ്റുവട്ടത്തേക്ക് വ്യാപിക്കുകയാണ്. അകത്ത് നിന്നുകൊണ്ടും ആ പുളിപ്പിനെ അത് ഇൻജെക്റ്റ് ചെയ്യുകയാണ്. പുളിപ്പിനെ അത് പകർന്നു കൊടുക്കുകയാണ്. പുളിപ്പിനെ അത് അകത്തു നിന്നും പുറത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. എന്തൊരു മനോഹരമായ ഉപമയാണിത്. യെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളിൽ ഈ പുളിമാവിലൂടെ പടരുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെപ്പറ്റി കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. യെസക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവായ ദൈവം ഇത് അരുളി ചെയ്യുന്നുണ്ട്. നിന്റെ കല്ല് പോലെയുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നിനക്ക് തരും. നിന്നിൽ ഞാൻ ശുദ്ധജലം തളിക്കും. എൻ്റെ ആത്മാവിനെ നിന്നിൽ നിവേശിപ്പിക്കും. നിന്നെ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന മകനാക്കി ഞാൻ മാറ്റും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുറത്തെ സ്വഭാവമല്ല ആദ്യം മാറുന്നത്, അകത്തെ ഹൃദയമാണ് ആദ്യം മാറുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത ഇതാണ്. ഈശോ വരുന്ന വ്യക്തിയിൽ സംഭവിക്കുന്ന പ്രത്യേകത, അയാൾ എളിമ അഭിനയിച്ച് കുനിഞ്ഞു നടക്കുന്ന വ്യക്തിയല്ല. എളിമ അഭിനയിക്കാൻ പറ്റത്തില്ല. എളിമ അഭിനയിക്കുന്നത് ഈശോ പഠിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ ആത്മീയത അല്ല. എളിമ അകത്തുണ്ടാകുന്ന എളിമ, അകത്ത് എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ നിസ്സാരത ഞാൻ തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണുകയും ചെയ്യുമ്പോൾ, പൊടിയാണ്, മണ്ണാണ്, ചാരമാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് എനിക്ക് പുകഴുവാനും അഹങ്കരിക്കുവാനും ഒന്നുമില്ല ദൈവമേ എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന എളിമ പുറത്തേക്ക് ഒരു സ്വഭാവമായി ഒഴുകുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്നും ഈ പുളിപ്പ് എല്ലായിടവും വ്യാപിക്കുകയാണ്. എൻ്റെ സംസാരത്തിൽ ഇത് വ്യാപിക്കുന്നു. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഈ പുളിപ്പ് പടർന്ന് കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം ദൈവം
എപ്പോഴും അകത്തുനിന്ന് പുറത്തേക്കാണ് നോക്കുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈശോയിൽ വന്നിട്ട് നമ്മുടെ പുറത്തെ സ്വഭാവം നന്നാക്കാൻ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കരുത്, നിങ്ങൾ തോറ്റുപോകും. അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, ബ്രദറെ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നു പക്ഷെ തോറ്റുപോകുന്നു. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതോടും തോറ്റുപോകും. പകരം സമർപ്പിക്കാൻ പഠിക്കണം, കീഴടങ്ങാൻ പഠിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കാൻ പഠിക്കണം. ദൈവമേ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയാൻ പഠിക്കണം. എന്നെക്കൊണ്ട് അങ്ങയുടെ ജീവിതം ജീവിക്കാൻ സാധ്യമല്ല. പരമപരിശുദ്ധനായ അങ്ങ് നയിക്കുന്ന അങ്ങയുടെ ജീവിതം ജീവിക്കുവാൻ പാപത്തിൽ പിറന്ന എന്നെക്കൊണ്ട് സാധ്യമല്ല ദൈവമേ. ആ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിജയം. ആ തിരിച്ചറിവ് കിട്ടുന്ന വ്യക്തിയിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുകി വരുന്നത്. ആ തിരിച്ചറിവ് കിട്ടുന്ന വ്യക്തി ഒരു ബ്രോക്കൺ പേഴ്സണാണ്. ബ്രോക്കനാണ് ആ വ്യക്തി, തകർക്കപ്പെട്ടവനാണ് ആ വ്യക്തി. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ തനിക്കൊരിക്കലും അറ്റൈൻ ചെയ്യുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി, ദൈവത്തിൻ്റെ പരമപ്രകാശത്തെ തനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി കീഴടങ്ങുകയാണ്, തോറ്റുകൊടുക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഈ ആരാധിക്കുമ്പോൾ രണ്ട് കൈയും പൊക്കിപ്പിടിക്കുന്നത്? അതൊരു പാരമ്പര്യമൊന്നുമല്ല, കീഴടങ്ങുന്നതിൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമാണെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ പലപ്പോഴും ഒരു കരിസ്മാറ്റിക് പാരമ്പര്യമാണ്, ആ രണ്ട് കൈയും കൂടെ പൊക്കി ഹല്ലേലൂയ പാടാം. എന്തിനായി കൈ പൊക്കുന്നത്? അത് വെറുതെ ഒരു എക്സസൈസ് അല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സമർപ്പണത്തിൻ്റെ പുറമെയുള്ള അടയാളമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവം എപ്പോഴും അകത്തുനിന്ന് പുറത്തേക്കാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയുന്നു, അത് പുറത്തേക്ക് ഒഴുകുന്നു. ഉള്ളിൽ ലൈംഗിക പരിശുദ്ധി നിറയുന്നു, അത് കണ്ണുകളിലൂടെയും ചിന്തയിലൂടെയും ആഗ്രഹത്തിലൂടെയും, എന്തിന് സ്വപ്നത്തിൻ്റെ മേഖല വരെ വിശുദ്ധീകരിക്കപ്പെടുന്നു. ചിന്തയും ഭാവനയും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു. പക്ഷേ ആദ്യം ഈ വിശുദ്ധി വരുന്നത് അകത്താണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുറം നന്നാക്കാൻ ഒരുപാട് കടന്ന് പങ്കപ്പാട് പെടരുത്. നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം അകം ശ്രദ്ധിക്കണം, അകം ശ്രദ്ധിച്ചോണം. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്താൽ നിറയപ്പെട്ട് നിൽക്കണം, ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം, ദൈവവുമായിട്ട് ട്യൂൺഡ് ആയിരിക്കണം, ദൈവവുമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കണം. അന്നേരമാണ് ശരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധി വരുന്നത്. അപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനിത് പറയുകയാണ്, ദൈവം നമ്മുടെ അകമാണ് ആദ്യം മാറ്റുന്നത്. ഹൃദയം മാറ്റിയിട്ട് നമുക്ക് പുറത്തേക്ക് ക്യാരക്ടർ ഒഴുകുകയാണ് ചെയ്യുന്നത്. നാലാമതായിട്ട് ഇതിന് വ്യാപകമായ ഫലമുണ്ടാകുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ ദൈവരാജ്യം ലോകം മുഴുവൻ പടരും. ഞാൻ ആദ്യമേ പറഞ്ഞു, അല്പം പുളിപ്പ് ആ പാത്രത്തിലുള്ള മുഴുവൻ മാവിലേക്കും പടരുന്നത് പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് 120 പേരിൽ ആരംഭിച്ച ഒരു ദൈവിക പ്രവൃത്തി ലോകം മുഴുവൻ നിറയണം. ആഫ്രിക്കൻ ഭൂഖണ്ഡം, ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് ഇന്ന് ഏറ്റവും പ്രകാശിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ കാണണോ? നിങ്ങൾ ആഫ്രിക്കയിൽ പോ. അന്ധൻ കാണുന്നത് കാണണോ? ആഫ്രിക്കയിൽ പോയാൽ കാണാൻ പറ്റും. തളർവാദ രോഗി യേശുനാമത്തിൽ എഴുന്നേറ്റ് ഓടുന്നത് കാണണോ? ആഫ്രിക്കയിൽ പോയാൽ കാണാൻ പറ്റും. ഇവിടെ നടക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആഫ്രിക്കയിൽ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി വളരെ പ്രകടമായി സംഭവിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ ഇളകി മറിയുന്നു. ദൈവത്തിൻ്റെ ആ രാജ്യം പടരുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, സങ്കീർത്തനം 72:19, അവിടുത്തെ മഹത്വം ഭൂമി മുഴുവൻ നിറയട്ടെ. അവിടുത്തെ ഗ്ലോറി, അവിടുത്തെ പ്രകാശം, അവിടുത്തെ തേജസ് ഈ ഭൂമി മുഴുവൻ നിറയട്ടെ. പാപത്തിൻ്റെ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന, തമ്മിൽ തല്ലി നശിക്കുന്ന ഈ ലോകത്തിൽ, മനുഷ്യനെ വെട്ടിക്കൊന്ന് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഈ ലോകത്തിൽ പാരവെപ്പും തകർക്കലും കുതികാലുവെട്ടും സ്നേഹരാഹിത്യവും വെറുപ്പും വാശിയും അസൂയയും ജഡമോഹങ്ങളും വ്യഭിചാരവും അബോഷനും കൊലപാതകവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ, സാത്താനെ ആരാധിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമി മുഴുവൻ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ഒരു ചെറിയ തുടക്കത്തിലൂടെ അത് ലോകം മുഴുവനിലും വ്യാപിക്കുമെന്ന് പറയുന്നത്. ലോകം മുഴുവൻ വ്യാപിക്കുമെന്നാണ് പറയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 35-ാം തിരുവചനം, ഒരു രാജ്യം സ്വർഗത്തിലെ പിതാവ് പടുത്തുയർത്തും, അത് എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ കൃത്യമായിട്ട് ഇത് പ്രവചിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ സംജാതമാകുന്ന ദൈവരാജ്യം, സ്വർഗത്തിലെ പിതാവ് നട്ടു വളർത്തുന്ന ദൈവരാജ്യം, അത് എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമാണ്. അതൊരിക്കലും നശിച്ചു പോകത്തില്ല. ഇറ്റേണൽ കിങ്ഡമാണ്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷം പടർന്നു പിടിച്ചതും ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതും ഒരു അത്ഭുതമല്ലേ? ദൈവത്തെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ചങ്കുറ്റത്തോടെ പറയാൻ പറ്റുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം,
ഇതാ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2:14 പറയുന്നു, ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്താൽ ഭൂമി നിറയപ്പെടും. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അറിവിനാൽ ഭൂമി നിറയപ്പെടും. ഹബക്കൂക്ക് പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുകയാണ്, സമുദ്രം, കടലിൽ ജലം നിറഞ്ഞിരിക്കുന്നത് നമുക്കൊക്കെ ഒരു അത്ഭുതമാണല്ലേ. വലിയ കടൽ, വിശാലമായിട്ട് കടൽ നോക്കാൻ തന്നെ ഒരു അത്ഭുതമാണ്. അപ്പുറം കാണുന്നില്ല. വീതി, നീളം, തിരമാലകൾ, ആഴം, ശാന്തത, പരപ്പ്, ഒരു അത്ഭുതമാണ് കടൽ. അതിലെ ജലത്തിൻ്റെ അളവ് ഒരു അത്ഭുതമാണ്. അപ്പൊ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മ പറയാണ്, സമുദ്രത്തിൽ ജലം നിറഞ്ഞു കിടക്കുന്നത് പോലെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവിനാൽ ഭൂമി മുഴുവൻ നിറയപ്പെടും. പുളിമാവ് കത്തിപ്പടരും, പടർന്ന് പിടിക്കും. പുളിമാവ് പടർന്നു കയറും, സ്വർഗത്തിൻ്റെ തീ കത്തിപ്പടരും, ഭൂമി മുഴുവൻ ഇത് നിറയും. അവസാനമായിട്ട്, 5-ാമതായിട്ട്, പ്രവർത്തനത്തെ കാണാൻ സാധ്യമല്ല, പക്ഷേ ഫലം കാണാൻ സാധിക്കും. പുളിമാവ്, പുളി എങ്ങനെയാണ് ഈ പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് മാവിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കണ്ണു തുറന്നു നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുകയില്ല. പക്ഷേ പിറ്റേന്ന് നമ്മൾ ദോശ കഴിക്കുമ്പോൾ മനസ്സിലാവും മാവ് പുളിച്ചിട്ടുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ പ്രവർത്തനം, നമ്മുടെ കണ്ണുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്ന രീതിയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ടെക്നിക്കുകളും നമുക്ക് കാണണം നിർബന്ധമില്ല. പക്ഷേ അതിൻ്റെ ഫലത്തിൽ നിന്ന് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 3-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവിലെടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം മൂടുപടമടിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാം അവിടത്തെ തേജസ്സിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവായ ദൈവത്തിൻ്റെ ദാനമാണ്. എന്താണ് അർത്ഥം? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കടന്നു വരുമ്പോൾ നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടും. ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത് ആർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളിലൂടെ പുറത്തേക്ക് വരുന്ന സ്വഭാവത്തിൽ വരുന്ന മാറ്റം കാണുമ്പോൾ, നമ്മുടെ ക്യാരക്ടറിൽ, നമ്മുടെ നേച്ചറിൽ വരുന്ന മാറ്റം കാണുമ്പോൾ, നമ്മുടെ ഇടപെടലുകളിൽ വരുന്ന മാറ്റം കാണുമ്പോൾ, നമ്മുടെ സത്യസന്ധത കാണുമ്പോൾ, നമ്മുടെ സുതാര്യത കാണുമ്പോൾ, നമ്മുടെ ട്രാൻസ്പെറൻസി കാണുമ്പോൾ, നമ്മുടെ വിശുദ്ധി കാണുമ്പോൾ, എളിമ കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു ഈ വ്യക്തിയുടെ അകത്ത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലത്തിലൂടെയാണ് വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത്. അപ്പോൾ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ മദർ തെരേസയുടെ ജീവിതം നോക്കിയ ഒറ്റയടിക്ക് ഏത് വ്യക്തിക്കും മനസ്സിലാകും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ മദറിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും മദറിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ കാണാൻ പറ്റുന്നു. ഇതുപോലെ ഒരു ഭാര്യയിൽ, ഒരു ഭർത്താവിൽ, കുഞ്ഞുങ്ങളിൽ, ഒരു അധ്യാപകനിൽ, ഒരു ഡോക്ടറിൽ, ഒരു നേഴ്സിൽ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ നമ്മിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരുപാട് പേര് കരിസ്മാറ്റിക് നവീകരണത്തെ പുച്ഛിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ അനാഥാലയങ്ങളുടെ എണ്ണം നോക്കുക, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട റോഡരികിലൊക്കെ കിടന്ന മനുഷ്യരെ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ശുശ്രൂഷിക്കുന്ന, ഒരു കാലത്ത് മദർ തെരേസയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുമെന്ന് ലോകം കരുതിയിരുന്ന കാര്യങ്ങൾ ഇന്ന് സാധാരണ അൽമായർ, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്വന്തം അപ്പനെയും അമ്മയും പോലും ശുശ്രൂഷിക്കാൻ മടി കാണിക്കുന്ന ലോകത്തിൽ അന്യരായ മനുഷ്യരെ വാർദ്ധക്യത്തിലോ രോഗത്തിലോ ഒക്കെ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, ഈ പുളിമാവ് അവരിൽ മനോഹരമായിട്ട് പടർന്നു കയറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ പ്രവർത്തനത്തെ കാണാനായിട്ട് സാധിക്കും. നമ്മളിലും പുളിമാവ് പടർന്നു കയറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളിൽ പുളി, ദൈവരാജ്യത്തിൻ്റെ ആ ഈസ്റ്റുണ്ട്, അത് പടർന്നു കയറി ഞങ്ങളുടെ വ്യക്തിത്വത്തെ, ആത്മാവ്, ശരീരം, മനസ്സ്, ക്യാരക്ടർ, ഇമോഷൻസ്, സമസ്ത മേഖലകളിലും അത് നിറയട്ടെ. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.